എണീറ്റ് നിന്ന് 4 കാല് കൂടുതൽ വെക്കുന്നതെന്നാണ് പറയാൻ. ഒരു 30 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ അടുത്തുള്ള ഹോളി ഫാമിലി സ്കൂളിൽ കുട്ടികളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ, അതിൻ്റെ ഉദ്ഘാടനം, എൻ്റെ ഒരു കാരിക്കേച്ചർ ഷോ അവതരിപ്പിക്കാൻ വന്നപ്പോഴാണ് തോളിൽ സഞ്ചി ഇട്ടിട്ടുള്ള ഈ മനുഷ്യനെ കാണുന്നത്. നേരത്തെ ചോദിച്ചല്ലോ, വാസു എന്ത് കൈവശമാണ് ഈ കലാകാരന്മാർക്കും എഴുത്തുകാർക്കും കൊടുത്തിട്ടുള്ളത്? ആ കൈവശം അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ്. എപ്പോൾ ഇവിടെ വന്നാലും, വടക്കഞ്ചേരി വരെ പോകുമ്പോഴും എനിക്കിവിടെ വേറൊരു ബന്ധം കൂടിയാണ്. എൻ്റെ ഭാര്യ വീട് ഇവിടെയാണ്. അതുകൊണ്ട് ഞാൻ വൈഫ് ഹൗസിൽ വരുമ്പോഴൊക്കെ വാസുവിൻ്റെ അടുത്ത് വരും. രാത്രി വളരെ വൈകി പോകുമ്പോൾ ഹൈവേയിലൂടെ പോകുന്ന ഞങ്ങളോട് അദ്ദേഹം പറയുന്ന വാക്ക് നോക്കി പോണേ എന്നാണ് പറയുക. ഏറ്റവും വലിയ ഒരു മനുഷ്യൻ്റെ കരുതലിൻ്റെ വാക്കാണ് നോക്കി പോണേ എന്നുള്ളത്. അതൊരു ഗ്രാമീണൻ്റെ മനസ്സാണ്. അതിനെല്ലാം ഉപരിയായിട്ട് അത് ഒരു സ്നേഹിതൻ്റെ മനസ്സാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ആളുകളെല്ലാവരും എത്തിച്ചേരുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം യാതൊരു സംശയമില്ലാതെ പറഞ്ഞു, അവരെല്ലാവരും വരുമെന്ന് മാത്രമല്ല, അവരെല്ലാവരും വന്ന് പാർവതി ഫ്ലവേഴ്സിന് ആശംസകൾ നേരും. അതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ കാര്യം, ഞാൻ കുറച്ച് പേരെ ആദരിക്കുന്നുണ്ട്. 100% ആത്മാർത്ഥതയോട് കൂടിയാണ് ആ ഒരു സ്നേഹാദരം ഞാൻ സംഘടിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. വാസുവിനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് പൂക്കാരനെ കുറിച്ചുള്ള പാട്ടാണ്. വാസുവിനെ കണ്ടാൽ വണ്ടി വടക്കഞ്ചേരിന്ന് തിരിഞ്ഞാൽ പൂക്കാര പൂക്കാര കൈക്കുമ്പിളിലും പൂത്തരുമോ, പൂക്കാര പൂത്തരുമോ, പൂക്കാര കൈക്കുമ്പിളിൽ ഇത്തിരി പൂത്തരുമോ എന്നത് ഈ അടുത്ത് അന്തരിച്ച കവിയൂർ പൊന്നമ്മ ചേച്ചി നാടകത്തിന് വേണ്ടി പാടിയ പാട്ടാണ്. അപ്പോൾ അവരെയും കൂടെ ഓർക്കുകയാണ്. പാർവതി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇനിയും ഇവിടെ ഇദ്ദേഹവുമായിട്ടൊരു സൗഹൃദം തുടരാനും, നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ തോൾ സഞ്ചിയിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം അത് ഏറ്റുവാങ്ങാനും ഒക്കെയാണ് ഞാൻ വരുന്നത്. തണുത്ത വെള്ളം വേണോ ജയേട്ടാന്ന് ചോദിക്കുക. ഞാൻ പറയും, തണുത്ത വെള്ളം വേണ്ട, ചൂടുവെള്ളം മതിയെന്ന് പറയും. നമ്മൾ വിചാരിക്കുക തണുത്ത വെള്ളത്തിൻ്റെ കുപ്പിയും തൊട്ടപ്പുറത്ത് ചൂടുവെള്ളമാവുന്നതാണ്. ചൂടുവെള്ളം വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സമ്മാനം വാങ്ങിച്ചിട്ട് ഞാൻ പോവുള്ളൂ. ഈ ഒരു പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും സുഹൃത്തുക്കളാണ്. PN മണിയേട്ടൻ എന്നെ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്ത ആളാണ്. യാത്രാമൊഴി എന്ന എൻ്റെ ആദ്യത്തെ സിനിമയിൽ 96-ൽ എന്നെ ആദ്യം സിനിമയ്ക്ക് മേക്കപ്പ് ചെയ്ത ആളാണ് PN മണിയേട്ടൻ. മണിയേട്ടനെ കണ്ടൊരു സന്തോഷം. വൈശാഖമാഷ പിന്നെ എൻ്റെ ഗുരുനാഥനാണ്, എല്ലാത്തിൻ്റെയും ഗുരുനാഥനാണ്. പ്രസംഗത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഗുരുനാഥനാണ്. പിന്നെ നൗഷാദ് ആലത്തൂരിൻ്റെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയാണ് ഞാൻ ആദരിച്ച്. ഇതെല്ലാം സംഭവിക്കുന്നതാണ്. ഈ സംഭവ സംയോഗം എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഇത് കോയിൻസിഡൻസ് ആണ്. അങ്ങനെയുള്ളൊരു വളരെ മനോഹരമായ അതികഠിനമായ ചൂടാണ് പുറത്ത്. പക്ഷേ ആ ചൂടിനെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മളെല്ലാവരും വാസു എന്ന് പറയുന്ന സ്നേഹിതന് വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. 2 വാസുവാണുള്ളത് ലോകത്തിൽ. ഒന്നാമത്തെ വാസു മാടത്ത് തെക്കേപ്പാട്ട് വാസു എന്ന് പറയുന്ന MT വാസു നേരാണ്, വലിയ കാരണവർ. അത് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുന്ന വാസു നമുക്ക് സ്വന്തം അടുത്ത് ചേർന്ന് നിൽക്കുന്ന വാസുവാണ്. അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വാസുവിനെ സ്നേഹിക്കാൻ ഇനിയും കലാരംഗത്ത് പുതിയതായി വരുന്ന ആരും വാസുവിനെ സ്നേഹിക്കുന്നവരായിരിക്കും. വാസുവിൻ്റെ സൗഹൃദ വലയം ഇനിയും വലുതാവട്ടെ. വാസുവിൻ്റെ ഷോപ്പ് വളരെ ചെറുതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ വലുതാണ്. ആ വലിപ്പത്തിന് മുന്നിൽ ഹൃദയപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് വാസു എന്ന സ്നേഹിതനെ എല്ലാവിധത്തിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം. അതുകൊണ്ട് ഇന്ത്യയിൽ വളരെ ഭയങ്കരമായി ഒരുപാട് മനുഷ്യരുടെ ഈ സ്നേഹത്തിൻ്റെ
ഇനിയും ഒരുപാട് വാർഷികാഘോഷങ്ങൾ ഉണ്ടാവാൻ ഒരുപാട് സൗഹൃദമായിട്ട് ഒരുപാട് സമയത്താണ് വാസുവിൻ്റെ ഒരു വിളി. അപ്പോൾ നമുക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഞാൻ വല്ലച്ചയ്ക്ക് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചത് എന്തിനാണ് നിങ്ങൾ നമ്മളെ കാണാനൊക്കെ വരുന്നതെന്ന് ചോദിക്കണ്ടായി. ഇവിടുന്ന് ഒരു 3-4 സുഹൃത്തുക്കളൊക്കെ ആയിട്ട് തൻ്റെ വീട്ടിലേക്ക് വരുന്നു. ആദ്യം തന്നെ നമ്മൾ ആദ്യം പേടിച്ചിട്ടിരിക്കുന്നത്, കാരണം ഒരുപാട് കടവും ഒരുപാട് പ്രശ്നമാണ്. അപ്പോൾ ഈ വിളിക്കുന്ന ആൾക്കാരൊക്കെ സമ്മാനം കിട്ടിയപ്പോൾ ഉടനെ തന്നെ കാശ് തിരിച്ചു വെച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് ഒരുപാട് കാശ് കിട്ടിയെന്നാണ് അവരുടെയൊക്കെ വിചാരം. അപ്പോൾ ഈ കടം